ബംഗ്ലാദേശിലെ ഇന്ത്യൻ മിഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് മടങ്ങാൻ ഇന്ത്യ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിലുള്ള ഇന്ത്യയുടെ വിസ അപേക്ഷ കേന്ദ്രങ്ങൾ പൂട്ടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാജ്ഷാഹിയിലും ഖുൽനയിലുമുള്ള 2 വിസ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അടച്ച് പൂട്ടിയിരിക്കുന്നത്. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്താണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നേർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും പ്രതിഷേധക്കാർ തമ്പടിച്ചുകൊണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേർക്ക് ഭീഷണികൾ മുഴക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ നിരന്തരം പുറപ്പെടുവിക്കുന്നു. ഇതിലെല്ലാം പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ അംബാസഡറെ ഇന്ത്യ വിളിച്ച് വരുത്തിയിരുന്നു, താക്കീത് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ വിസ അപേക്ഷ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഉടനീളം 16 വിസ അപേക്ഷ കേന്ദ്രങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അതിൽ 2 എണ്ണമാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. അധികം വൈകാതെ മറ്റുള്ളതും പൂട്ടപ്പെടും എന്നാണ് പറയുന്നത്. കാരണം ബംഗ്ലാദേശിൽ പ്രതിവർഷം 22 ലക്ഷം അപേക്ഷകളാണ്, വിസയ്ക്കുള്ള അപേക്ഷകളാണ്, ഇന്ത്യയിലേക്ക് വരാനുള്ള വിസയ്ക്കുള്ള അപേക്ഷകളാണ് ലഭിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം തന്നെ ഈ ആശുപത്രി ചികിത്സയ്ക്കും മറ്റും എത്തുന്നവരുണ്ട്, വ്യവസായികളുണ്ട്, അങ്ങനെ മറ്റ് പലരും ഉണ്ട്. ഏതായാലും നമ്മുടെയൊക്കെ നാട്ടിൽ വരുന്ന ബയ്യാമാർ ഇതുപോലെ വിസ എടുത്തിട്ടല്ല വരുന്നത് എന്നുകൂടി അറിയണം. അതായത് ലീഗലായി വരുന്നവരുടെ എണ്ണമാണ് ഈ പറഞ്ഞ 22 ദശലക്ഷം പേർ, അതായത് 22 ലക്ഷം, ദശലക്ഷമല്ല 22 ലക്ഷം പേർ എത്തുകയാണ്. ഏതായാലും ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കുറച്ചുകൂടി വഷളാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതൊരു അസ്വാരസ്യം ജനിപ്പിക്കുന്ന തരത്തിലേക്കായിരുന്നു പ്രസ്താവനകൾ പോയത്. മുൻപെങ്ങും ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നില്ല, അവിടുത്തെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾക്കൊന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രസ്താവനകളല്ല ഇന്ത്യയെ ചൊടിപ്പിക്കുന്നത്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നേർക്ക് നടക്കുന്ന ഈ അക്രമ സംഭവങ്ങളും ഒപ്പം തന്നെയുള്ള പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇന്ത്യ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.